ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പനീർ ബട്ടർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു കറി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ട ബട്ടർ ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് വെക്കണം, ഒരു അരമണിക്കൂറെങ്കിലും. എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കറി ഉണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകട്ടെ. ഈ ഒരു സമയത്ത് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു സവോള ചതുരത്തിൽ അരിഞ്ഞതും അതുപോലെ ഒരു പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. സവോളയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്നും അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴറ്റി വന്നാൽ മതി. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊന്ന് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർക്കാം, ലാസ്റ്റ് നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് കുറവാണെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ആ ഒരു സവാളയുടെയൊക്കെ കളർന്ന് മാറി വരുന്നോടം വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പം തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല ടേസ്റ്റായിട്ടോ. നമ്മുടെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പുളിയുള്ള തക്കാളി ആണെങ്കിൽ കറിക്ക് ഭയങ്കര പുളിയായി പോകും, ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പം പഴുത്ത തക്കാളി തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി വരുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തക്കാളിയും നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തണുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ വഴറ്റി ആ ഒരു പാനിലേക്ക് തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് മതി, ഇല്ലെങ്കിൽ രണ്ടും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് 2 കറുവപ്പട്ട, അതുപോലെ 2 കഷ്ണം കറുവപ്പട്ട, അതുപോലെ 2 കഷ്ണം ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. നമ്മുടെ ആ ഒരു മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ കറുവപ്പട്ടയും നമ്മൾ സ്പൈസസ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ ഇളക്കി തന്നെ കൊടുക്കണം. ഓണാക്കി വെച്ചിട്ട് മാറി നിൽക്കരുത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു തക്കാളിയും ഉള്ളിയുടെയൊക്കെ പേസ്റ്റില്ലേ, അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നോടം വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലെന്ന് പറഞ്ഞ് ഞാനിവിടെ പാൽപ്പൊടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് പാൽപ്പൊടി കലക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ പാലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ, നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അഥവാ നന്നായിട്ട് കുറുകി പോയിന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളി ഉള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒരു പാൽപ്പൊടിയുടെ ആ മിക്സ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെക്കണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി പനീർ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കല്ലേ. എന്നിട്ട് ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പനീറൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അധികം കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ അത് കട്ടിയായി പോവും. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പനീർ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.